യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ യേശു. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. പാപവും ശാപവും ഒഴിഞ്ഞിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. രോഗവും ദുഃഖവും അകന്നിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. പാപവും ശാപവും ഒഴിഞ്ഞിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. രോഗവും ദുഃഖവും അകന്നിടുമാ യേശുവിൻ നാമത്തിൽ ആരാധന. നിത്യപിതാവാം ദൈവത്തിന് സ്തുതി സ്തോത്രത്താൽ ആരാധന. നിത്യപിതാവാം ദൈവത്തിന് സ്തുതി സ്തോത്രത്താൽ ആരാധന. ആത്മാവിൽ ആരാധന, ദൈവസുതനായ ആരാധന. തോറ്റ് 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 നിരാശരിക്കുന്നുണ്ട്. പരിശുദ്ധൻ പറയുന്നു, ഇന്ന് യേശുവിന്റെ കയ്യിൽ കേസ് ഏൽപ്പിക്കാമോ? നിന്റെ കുടുംബത്തിൽ ഇതാ അത്ഭുതം നടക്കാൻ പോകുകയാണ്. സംശയം, ഇത് ശരിക്കും മാറിയതാണോ? ഇപ്പം ലാബിലൊക്കെ ഇങ്ങനെ റിസൾട്ടുകൾ മാറിപ്പോകുന്ന പതിവുണ്ട്. അവരെങ്ങനെയെങ്കിലും തെറ്റായിട്ടൊക്കെ പരിശോധിച്ച് അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള എനിക്ക് സംശയം. എന്ന് വെച്ചാൽ ഇത്രയും 15 വർഷത്തിലധികം എത്ര മരുന്ന് കഴിച്ചിട്ടും കുറയാതിരുന്ന കൊളസ്ട്രോൾ അങ്ങനെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ഒരു കൊച്ചുകുട്ടികളുടേതുപോലത്തെ റിസൾട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സംശയം കൊണ്ട് വീണ്ടും അടുത്ത മാസം ഒന്നുകൂടെ ഞാൻ ആരോടും പറയാതെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഞാൻ നല്ല മധുരമുള്ള മാമ്പഴവും രാവിലെ നല്ല മധുരമുള്ള പഴമൊക്കെ കഴിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ അത്ഭുതം, അപ്പോഴും കഴിഞ്ഞ മാസം ചെക്ക് ചെയ്ത പോലെ തന്നെ വളരെ നോർമൽ, വളരെയധികം കുറഞ്ഞ അളവിലായിരുന്നു കൊളസ്ട്രോൾ. കരങ്ങളടിച്ച് യേശു ഇത് അത്ഭുതത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഇത് അത്ഭുതത്തിന് നന്ദി പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4-5 മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കൈ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഇങ്ങനെ തിരിച്ചപ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന, വാവിട്ട് നിലവിളിക്ക് അത്ര തപ്പി വീണ് കയ്യിൽ ഉയർത്താൻ വയ്യ. ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ഈ ഭാഗത്തായിരുന്നു വേദന. പക്ഷേ ഇവിടം വരെ ഷോൾഡർ വരെ എനിക്ക് ഭയങ്കര പെയിൻ ആയിരിക്കുമായിരുന്നു. ഞാൻ വാവിട്ട് ഉറക്കം ഒത്തിരി സമയം ഞാൻ അങ്ങ് പൊട്ടിക്കരയും. അത്ര വേദന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഉറക്കത്തിലൊക്കെ തിരിയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ പെട്ടെന്ന് ഈ വിരലിങ്ങനെ ചലിക്കുമ്പോഴത്തേക്കും അത് കഠിനമായ വേദന, ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. 2-3 ദിവസം ഞാൻ പെയിൻ കില്ലർ കഴിച്ചായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഇവിടെ 21 ഫാസ്റ്റിംഗ് നടക്കുന്ന സമയത്താണ് എനിക്ക് കൈവേദന ഭയങ്കരമായിട്ടുണ്ടായത്. ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് നെയ്റ്റിങ്ങര ഹോസ്പിറ്റലിൽ പോയി. അവിടെ OP പോയി കാണിച്ചപ്പോഴത്തേക്ക് OPയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇത് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യേശു ഇന്നും ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവവചനമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം തരുന്ന ഈ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ലൂക്കോസ് വിശേഷം അതിൻ്റെ 4-ാം അധ്യായം 36-ാമത്തെ വാക്യം. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനമെന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നുവെന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. വളരെ മനോഹരമായ ഒരു വാക്യമാണ് നമ്മളുടെ വായിപ്പാനിടയായത്. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് സ്തോത്രം ഇവിടെ എടുത്തു പറയുന്നത്. കർത്താവ് യേശുവിനെ കുറിച്ച് അവർ പറയുകയാണ്, സ്തോത്രം, അവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. അടുത്ത് പറയുന്നത് അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോകുന്നു. അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന കർമ്മങ്ങളും ക്രിയകളും ഒക്കെ നമുക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്. സ്വതന്ത്രം ഭൂതങ്ങളെ പുറത്താക്കാനും അതുപോലൊക്കെ ശ്രമിച്ച പല പ്രശ്നങ്ങളിലായ അനവധി പേരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. സ്കേവ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സ്തോത്രം 7 മക്കള് സ്തോത്രം പൗലോസ് എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിട്ട് അവരും അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുക. എന്നാൽ അവരെ ഭൂതങ്ങൾ ഓടിച്ചു കളഞ്ഞുവെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. ഇവിടെ നോക്കണമേ, കർത്താവ് യേശു ക്രിസ്തു ഒരു പള്ളിയിൽ വരികയാണ്. പള്ളിയിൽ വന്നപ്പോൾ അവിടെ അശുദ്ധാത്മ ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. പ്രീസലോ, അവന് രോഗിയായി സ്തോത്രം ആ നിലയിൽ തകർക്കപ്പെട്ടവനായിരുന്നു. അങ്ങനെ ആ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു മേഖലയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രോഗം, ബാധകൾ, പ്രശ്നങ്ങൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ ഭൂതമായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ജനം കടന്നു വരികയാണ്. അശുദ്ധാത്മാക്കളെ ഭയപ്പെടുന്ന മനുഷ്യരാണ് അന്നത്തെ മനുഷ്യർ. ഇന്നും അശുദ്ധാത്മാക്കളെ ഭയപ്പെടുന്നവരുണ്ട്. ഭയം ഒരു വലിയ വിഷയമാണ്. എന്തെല്ലാം വിഷയത്തിലാണ് മനുഷ്യർ ഭയപ്പെടുന്നത് അല്ലേ? ഭർത്താവിനെ ഭയപ്പെടുന്നവരുണ്ട്, ഭാര്യയെ ഭയപ്പെടുന്നവരുണ്ട്, മക്കളെ ഭയപ്പെടുന്നവരുണ്ട്, മക്കളെ ഭയപ്പെട്ട് സ്തോത്രം ജീവിക്കുന്ന അപ്പനമ്മമാരുണ്ട്. സാഹചര്യങ്ങളൊക്കെ
അങ്ങനെ പിശാചാക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വിടുതൽ തരുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഭയത്തിൽ നിന്ന് ഒരു മോചനം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്തിനേയും ഭയം, വെള്ളത്തെ ഭയം, സ്തോത്രമല്ലേ, സ്നേഹിതരെ ഭയം, ഈ ഭയത്തിൻ്റെ ഒരു ആത്മാവ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവം അതിനെ തകർക്കാനിടയാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പലപ്പോഴും ശിഷ്യന്മാരുടെ നടുവിലേക്ക് കടന്നു വരുമ്പോൾ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമുക്കറിയാം ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, ആ സമയത്ത് അവരെല്ലാം ഭയപ്പെട്ട് മുറിക്കകത്ത് അടച്ചിരിക്കുക. പൈസലോ അപ്പോസ്തല പ്രവൃത്തിയിലും അതുപോലെ അതിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. പൈസലോ അവര് മാളിക മുറിക്കകത്തിരിക്കുക. പൈസലോ അതുപോലെ യോഹന്നാൻ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അവര് കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ട് മുറി അടച്ചിരിക്കുക. ആ സമയത്തൊക്കെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ യേശു, ഉദ്ധിതനായ യേശു അവിടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. അടച്ചിരിക്കുന്ന മുറിക്കകത്ത് ശരീരത്തോടു കൂടെ യേശു ഇറങ്ങി നിൽക്കുക. എന്നിട്ട് അവരോട് പറഞ്ഞ വാക്കുകൊണ്ട്, ഭയപ്പെടേണ്ട. യേശു പലപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെയും തന്നെ സ്നേഹിച്ച ആ വ്യക്തികളുടെയൊക്കെ മുന്നിൽ വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട. കാരണം ഭയപ്പെടുന്ന വിഷയത്തിൽ അല്ലേ, ചില വിഷയങ്ങൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയത്തില്ല, നമ്മളെ തകർക്കും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്നത്. പക്ഷേ കർത്താവിന് ആ വിഷയത്തെ മാറ്റാൻ കഴിയും, ആ പ്രശ്നങ്ങളെ മാറ്റാൻ കഴിയും, ആ പ്രതികൂലത്തെ മാറ്റാൻ കഴിയും. ഇന്ന് നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, കാരണം യേശുവിൻ്റെ ശക്തിയാണ് ഈ വചനത്തിലൂടെ വെളിപ്പെടുന്നത് കൊണ്ട് നിങ്ങളെ ഭയപ്പെടുന്ന ആ പ്രതികൂലം, ആ ദുരാത്മാവ്, ആ പ്രശ്നം, ആ രോഗം എന്തായിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അത് മാറിപ്പോകാനിടയാകും. വിശ്വസിക്കുക. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചത്തുനിന്ന് കൈവച്ച് പറ, കർത്താവേ, എൻ്റെ ഭയത്തിൻ്റെ ആത്മാവിനെ, ആ ഭയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, ഭയത്തിൻ്റെ ആത്മാവിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. റോമർക്കിലെ 8-ാം ഇതിലെ വാക്യം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറയാനിടയായി. സ്തോത്രം എന്താണ്? 15-ാം വാക്യം പഠിക്കുക പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെ അപ്പാന്ന് വിളിക്കുവാൻ നമ്മളെ യോഗ്യരാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ, ധൈര്യത്തിൻ്റെ ആത്മാവിനെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങനെ പറയുന്നത്, ധൈര്യത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ അഭിഷേകം, ആത്മാവ് നമ്മൾ വരുമ്പോൾ അന്യഭാഷ പറഞ്ഞ്, അല്ലേ, അതൊരു മനോധികച്ച കർത്താവ് തരുന്ന ആത്മഭാഷയാ, പ്രാർത്ഥനാ ഭാഷയാ. ആരും അറിയാതെ ദൈവത്തോട് ഇടപെടേണ്ട അന്യഭാഷ നമുക്ക് തന്നിട്ടുണ്ട് കർത്താവ്. ദൈവമക്കൾക്ക് കൊടുക്കുന്ന ഒരവകാശമാണത്. അപ്പനോട് മക്കൾക്ക് സംസാരിക്കാൻ കൊടുക്കുന്ന ഒരു ഭാഷ ആണ് അന്യഭാഷയായിട്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനാ ഭാഷയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. പ്രീസലോ. എന്നൊരു കാര്യം എടുത്തു പറയാൻ പ്രിയമുള്ളവരെ, അങ്ങനത്തെ അപ്പ എന്ന് വിളിക്കുന്ന ആ യോഗ്യത നമ്മളെ കൊണ്ടുവന്നല്ലോ. പ്രീസലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പകർന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, പിന്നെ അല്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് കേവലം നമ്മളെ വിട്ടുപോകുന്ന ആത്മാവല്ല, പിന്നെയോ ഭയപ്പെട്ടും നുറുങ്ങിയിരിക്കുന്ന വിഷയത്തിൽ, ഭയം കൊണ്ട് സമൂഹത്തിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ തോറ്റു പോകുന്ന അനുഭവങ്ങളുടെ നടുവിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർ ഭയപ്പെടും, പലതിനെയും ഭയപ്പെടുക. ബിസിനസ്സിനെ ഭയം, അയ്യോ അത് തകർന്നു പോകും, തീർന്നു പോകും, രക്ഷയില്ല. പഠിക്കാൻ ഭയമാ, സ്കൂളിൽ പോകാൻ ഭയമാ, ടീച്ചറെ ഭയമാ, കൂട്ടുകാരെ ഭയമാ. സ്തോത്രം, അനവധി ഭയങ്ങൾ, അനവധി പ്രശ്നങ്ങൾ. എന്നാൽ ഇന്ന് പകൽ ഞാനൊരു മർമ്മം എടുത്തു പറയാം. ഭയപ്പെടുന്ന ആ വിഷയത്തിന് നടുവിൽ അതിനൊരു മറുപടി തരുവാൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മളിൽ തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് അശുദ്ധാത്മാവ്, ഭയത്തിന്റെ ആത്മാവ്, പൈശാചിക ആത്മാക്കൾ. ഇരുട്ടിനെ ഭയപ്പെടുക. പ്രിയമുള്ളവരെ, ഇത് ദൈവശക്തി നിങ്ങളെ തൊടുവാനിടയാകട്ടെ. ഹല്ലേലൂയ. കണ്ടോ, കർത്താവ് യേശു അശുദ്ധാത്മാവിനെ, ഭയപ്പെടുത്തുന്ന ആത്മാവിനെ, അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കുന്ന, തകർക്കാൻ വരുന്ന ആത്മാവിനെ കർത്താവ് ശാസിക്കുക. അത് രോഗത്തിന്റെ മറവിലാണ് നിൽക്കുന്നത്. ആ രോഗാത്മാവിനെ കൂടി കർത്താവ് ശാസിക്കുക. അപ്പോൾ തന്നെ ആ മനുഷ്യനിലേക്ക് വിടുതൽ വരികയാണ്. ഇവിടെ നോക്കണമേ. അപ്പൊ നമുക്ക് കർത്താവ് തന്ന ആത്മാവ് സ്വപുത്രന്റെ ആത്മാവ്, അല്ലെങ്കിൽ പുത്രത്വത്തിന്റെ ആത്മാവ്, ഭയത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെയും ശക്തിയുടെയും ഒക്കെ ആത്മാവ് ദൈവം നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഭയപ്പെട്ട് തോറ്റ് പലതിലും ശൂന്യമായി കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഭയപ്പെടുത്തുന്നതിനെ മാറ്റിക്കളഞ്ഞ് ധൈര്യപ്പെടുത്തി ശക്തിയും ബലവും തന്ന്, നിങ്ങളെ ഒരിക്കലും സാധ്യമല്ല നിങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ച്
നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവം അവിടുത്തെ ആത്മാവിനെ നിങ്ങളുടെ മേൽ വീണ്ടും നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കർത്താവിലേക്ക് വരുമ്പോൾ അവൻ നമുക്ക് ആ ആത്മാവിനെ തരാനിടയാവും. നോക്കണമേ, ഒരു മനുഷ്യനെ രോഗിയാക്കി. ആമേൻ, സ്തോത്രം. അല്ലേ, രോഗം ഒരു പ്രത്യേക അനുഭവമാണ്. ആമേൻ, രോഗിക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും പറയും, നിനക്കെന്താ വേദന? ഓ, ചുമ്മാ കാണിക്കുന്നതാ. അനുഭവിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ആഴം അറിയത്തുള്ളൂ. രോഗം കൊണ്ടുള്ള കഷ്ടഘട്ടങ്ങളും തകർച്ചകളും ആമേൻ, സ്തോത്രം, നമുക്ക് കാണാൻ പറ്റും. ലൂക്കോസ് സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണുന്ന രക്തസ്രാവം വന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ ഒരു രോഗം കൊണ്ട് അവൾക്കുള്ള എല്ലാം നഷ്ടപ്പെട്ടു. ക്യാൻസർ രോഗം, ചില പ്രത്യേക രോഗങ്ങൾ കൊണ്ട് അനവരുടെ കുടുംബങ്ങളിൽ തകർന്നു. ഒരുപാട് പേര് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരായിട്ട് മാറി. അതിൻ്റെ അർത്ഥം മറ്റുള്ള മുമ്പേ കടം ചോദിച്ചും യാചിച്ചും കഴിയേണ്ട ഒരു തകർച്ചയിലേക്ക്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അവർ വന്നു. കാരണം ഒരു രോഗമാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, അതിൻ്റെ കാര്യങ്ങൾ, അല്ലേ, അനവധി രോഗങ്ങളുണ്ട്. രോഗങ്ങൾ കൊണ്ട് അനേകർ വലഞ്ഞു പോയി. എന്നാൽ വചനം പഠിക്കുമ്പോൾ രോഗശാന്തി കൊടുക്കുന്ന നമ്മുടെ കർത്താവ് യേശു കണ്ടോ, പള്ളിക്കകത്ത് ആമേ അശുദ്ധ ഭൂതം ബാധിച്ചിരിക്കുന്ന, രോഗം ബാധിച്ചിരിക്കുന്ന ഈ മനുഷ്യരെ കർത്താവ് യേശു സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ തകർക്കുന്ന പലതും മാറ്റുവാൻ യേശുവിൻ്റെ കരം നിങ്ങൾക്കായി വെളിപ്പെട്ടു വരാനിടയായിത്തീരും. അതുകൊണ്ട് എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനമെന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞു. കണ്ടോ, ആമേ, ശിഷ്യന്മാര് അല്ലെങ്കിൽ വന്ന കൂടിയ ജനം, ആമേ, ജാതികളെ, ദൈവത്തെ അറിയാത്തവരൊക്കെ ഇവിടെ ഉണ്ട്. പല നിലവാരത്തിലുള്ള ആൾക്കാരാണ് യേശുവിൻ്റെ പിന്നാലെ വരുന്നത്. ചിലർക്ക് അപ്പം കിട്ടി. 5 അപ്പം കൊണ്ട് യേശു 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആഹാരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ വരുന്നവരുണ്ട്. ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. പ്രീസലോ, എന്താണ്, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ആഹാരത്തിന് വേണ്ടി മാത്രം, വസ്ത്രത്തിന് വേണ്ടി മാത്രം ഒരു ജോലി കിട്ടിയെങ്കിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തീരരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം. കേവലം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ല. യേശു പറഞ്ഞു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലുണ്ട്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ഒരു ഇരിപ്പിടം തരാൻ പോവാ. സ്വർഗത്തിൽ മരിച്ചങ്ങൾ ഉയർത്ത നിങ്ങൾ എന്നോട് കൂടെ അവിടെ ഇരിക്കാൻ പോവാ. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ കേവലം ഭൗതികത്തിന് വേണ്ടി വരരുത്. ഭൗതികം അവൻ നമുക്ക് തരും. യാചിക്കുന്ന ഏവനും കൊടുക്കുവാൻ അവൻ മക സമ്പന്നനാണ് യേശു. ഹല്ലേലൂയ. അവൻ വചനം പറഞ്ഞു, അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്തിനാ? നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റുവാൻ, നമ്മളെ സമ്പന്നനാക്കുവാൻ. മഹാസമ്പന്നൻ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ. ഹല്ലേലൂയ. മറവിടങ്ങളിലെ ഗുപ്തനിധികളെ എടുത്ത് നമുക്ക് തരാൻ കഴിയുന്നവൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ഉന്നതമായ അനുഗ്രഹങ്ങൾ കൊണ്ട് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളുടെ ഭവനത്തെ ആമേൻ സ്ഥലം പോരാതെ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നവരെന്നാണ് മലാക്കി പ്രവചന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ തരാൻ കഴിയുന്ന ഒരു ദൈവം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവ് യേശു നമുക്കറിയാം, ഭൗതിക നമുക്ക് ആവശ്യങ്ങൾ അവൻ അറിയുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ വഴിയിൽ വെച്ച് മരുഭൂമിയിൽ കൂടെ ആമേൻ 20-25 ലക്ഷം ജനത്തെ കൊണ്ടുവരികയാണ്. ഇന്നാർക്ക് കഴിയും 20 ലക്ഷം ജനത്തെ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടക്കാൻ? അവർക്കുള്ള ആഹാരം എവിടെ നിന്ന് കൊടുക്കും? അവർക്കുള്ള വസ്ത്രം എവിടെ നിന്ന് കൊടുക്കും? ആമേൻ. അവർക്കുള്ള വെള്ളം എവിടെ നിന്ന് കിട്ടും? അല്ലേ, മരുഭൂമിയിൽ ഈ ജനം ചത്തോടുങ്ങത്തില്ലേ? പക്ഷെ അവരെ ദൈവം കനാൻ ദേശത്തേക്ക് കൊണ്ടുവരിക, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരിക, മരുഭൂമിയിൽ കൂടെ കൊണ്ടുവരിക. 40 വർഷം മരുഭൂമിയിലൂടെ അവരെ ചുറ്റി നടത്താനിടയായി. ആമേൻ. ഒരു ദിവസം പോലും ഒരു വ്യക്തി പോലും പട്ടിണി കിടന്ന് ചത്തില്ല. ഏതെല്ലാം രാജ്യങ്ങളിൽ ആമേൻ പട്ടിണി കിടന്ന ആൾക്കാർ മരിക്കുന്നുണ്ട്. നല്ല ഗവൺമെന്റ്, അല്ലേ, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, കൃഷിയുണ്ട്, ആമേൻ, സ്തോത്രമല്ല, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷേ ജനം പട്ടിണി കിടന്ന് മരിക്കുക, ആഹാരത്തിന് വേണ്ടി ലൈൻ നിൽക്കുക, ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അനേക രാജ്യങ്ങളെന്നുണ്ട്. പക്ഷേ 40 ലക്ഷം ജനത്തെ ആമേ മന്ത്രിയില്ല, പ്രധാനമന്ത്രിയില്ല, പ്രസിഡന്റ് ഇല്ല, അവർ സഹായിക്കാനുള്ള സംവിധാനങ്ങളില്ല, ലോറിയില്ല, വണ്ടിയില്ലാത്ത കാലത്ത് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, സ്വർഗം തുറന്ന് സ്വർഗത്തിലെ മന്ന, മനുഷ്യരിതുവരെ അനുഭവിക്കാത്ത മന്ന കൊണ്ട് അവരെ പോഷിപ്പിച്ച് കാടപ്പക്ഷികളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാനിടയായി. സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവൻ ലിബിയാതന്റെ തലകളെ തകർത്ത് ആ മാംസ കഷ്ണങ്ങളെ, സമുദ്രത്തിലെ വലിയ അജീവികളായ ലിബിയാതന്റെ തലകളെ തകർത്ത് അതിനെ ചിറക് വെച്ച് ആ മാംസ കഷ്ണങ്ങളെ പൊങ്ങുമാറാക്കി കിഴക്കൻ കാറ്റടിപ്പിച്ചതിനെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് ആഹാരമായി കൊടുത്തു. അങ്ങനെ അവര് കാടപ്പക്ഷികളെ തിന്നത്. അവൻ സ്തോത്രം, ചെറുതായിട്ടല്ല. നമ്മളെ കഴിക്കുമ്പോൾ ഹോട്ടലിൽ ചെന്ന് 1/2 പ്ലേറ്റ് അല്ലേ, 1 പ്ലേറ്റ് അല്ല കഴിക്കുന്നത്, അവർക്ക് ആവശ്യം പോലെ കഴിക്കത്തക്കവണ്ണം അവൻ ആഹാരം കൊടുത്തു. ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം പഴകിയില്ല.
അവസ്ഥകൾ എന്തായാലും അതിൻ്റെ നടുവിൽ ആ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം ജീവിതത്തെ മാറ്റം തന്ന് ജീവിതത്തെ ബലപ്പെടുത്തി ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് ഈ ഭൗതിക ലോകത്തിൽ, ഈ ലോകത്തിലും ഈ കാണുന്ന ലോകത്തിലും നിങ്ങൾ നടത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് യേശു, നമ്മുടെ ദൈവമായ യഹോവ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്നാൽ അവിടെ കൊണ്ട് തീരരുത്. നമുക്കൊരു നിത്യത ഈ മരണശേഷമുണ്ട്. അതാണ് ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തുമെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവര്, നമുക്ക് ആ വചനപ്രകാരം നമുക്ക് ചിന്തിക്കേണ്ടത് കർത്താവ് യേശുവിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അവനിലേക്ക് വരുവാനിടയാകണം, അല്ലേ? അതിനെന്താ പറഞ്ഞത്? അശുദ്ധാത്മാക്കളോടും അവൻ കൽപ്പിക്കുന്നു. അധികാരത്തോടും ശക്തിയോടും കൽപ്പിക്കുന്നു, അല്ലേ? അവ അവിടെ അനുസരിക്കുന്നു. സ്തോത്രം. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനമെന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകും തമ്മിൽ പറഞ്ഞു. അല്ലേ? ഇവർ കണ്ടിട്ടുള്ളത് അശുദ്ധാത്മാക്കൾ ബാധിച്ച് അനവധി പേർ തകരുകയാ, ഭ്രാന്തന്മാരായി നടക്കുക, ആത്മഹത്യ ചെയ്യുക. ആത്മഹത്യ അശുദ്ധാത്മാവിനാലാ വരുന്നത്, നിരാശയാലാ വരുന്നത്, അല്ലേ? ഭ്രമം, വിവാഹം, പലതും വഴിക്ക് വെച്ച പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന നിലയിൽ നഷ്ടങ്ങൾ അവരെ അതിനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ പലരും മരിക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, വലിയ ബിസിനസ്സൊക്കെ കടം മറിച്ച് ചെയ്തു, വലിയ പ്രതീക്ഷയായിരുന്നു, പക്ഷെ എല്ലാം പൊളിഞ്ഞു. ഇപ്പോൾ ആത്മഹത്യയിലേക്ക് പോകാൻ ശ്രമിക്കുക. എന്നാൽ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില, അവന് ദൈവം കൊടുത്ത ജീവന്റെ വില ഈ ഭൂലോകത്തെക്കാളും വിലയെന്ന ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. കർത്താവ് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ജീവനെ കളയാനല്ല പിന്നെയോ ജീവനെ കൊടുക്കാനാണ് യേശു ക്രിസ്തു വരാനിടയായത്. അവൻ നിത്യജീവനെ തരും. ഈ ലോകത്തിൽ രോഗശയിൽ മരണശയിൽ നമ്മെ രോഗശാന്തി തന്ന് വിടിവിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം അത് ചെയ്യുന്ന ദൈവം. അനേകരെ കർത്താവ് വിടിവിച്ച സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നൊരു മർമ്മം ഞാൻ എടുത്തു പറയാം. ഈ ലോകത്തിൽ തീരുന്ന മാത്രമല്ല, നിത്യതയിൽ മരിച്ചടക്കപ്പെട്ട് നമ്മളെ ഉയർപ്പിച്ച് വീണ്ടും ജീവിപ്പിച്ച് നിത്യസ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവര്, ഈ ലോകത്തിൽ താൽക്കാലിക അനുഭവങ്ങളിൽ നമ്മെ കൊണ്ടുപോയി വഴിയിൽ നമ്മളെ കൈവിടുന്ന മനുഷ്യരിൽ വിശ്വസിക്കരുത്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് അവന്റെ പിന്നാലെ പോകാം. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഇവിടെ വചനം പറയുന്നു, നമ്മെ എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനമെന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കണ്ടോ. അശുദ്ധാത്മാവ്, ഞാൻ പറയാം, എന്താ അശുദ്ധാത്മാവ്? അശുദ്ധിയിലേക്ക് നമ്മെ നടത്തുന്ന ആത്മാവാണ് അശുദ്ധ ആത്മാവ്. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലോ, വിശുദ്ധിയിലേക്ക് നടത്തുന്ന, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ആത്മാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്ക് ചില കാര്യം ചെയ്യാൻ കഴിയത്തില്ല. എത്ര കള്ളം പറയേണ്ടത് ചിന്തിച്ചാലും കള്ളം പറയും. അമ്മയോട് കള്ളം പറയും, അപ്പനോട് ഭർത്താവിനോട് ഭാര്യയോട് കള്ളമേ പറയത്തുള്ളൂ. പലപ്പോഴും ചിന്തിച്ചു, അയ്യോ ഞാൻ എന്തിനായി കള്ളം പറയണം? കള്ളം പറയാൻ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ കള്ളമേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം അകത്ത് അശുദ്ധ അനുഭവത്തിൽ നമ്മൾ നടത്താൻ ശ്രമിക്കുന്ന, കള്ളം പറയിപ്പിക്കുന്ന ഒരു അശുദ്ധാത്മാവ് നമ്മുടെ മേൽ സ്വാധീനം വെച്ചിരിക്കുക. പ്രിയമുള്ളവരെ, അതിനെ നമ്മൾ പുറത്താക്കണമെങ്കിൽ, അതിന് നമ്മൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ അത് വിടുവിക്കാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. ഇവിടെ യേശു ശാസിച്ചപ്പോൾ അശുദ്ധാത്മാക്കളെ വിട്ടുപോയി. ചിലര് വ്യഭിചാരത്തിലൂടെ നടക്കുക. സ്തോത്രം. ചിലര് കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് പല കുടുംബങ്ങൾ അറിയാം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുന്നില്ല. കണ്ടോ, വിഘടനത്തിന്റെ ആത്മാവ്, ഭിന്നതയുടെ ആത്മാവ് ആ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക. മന്ത്രങ്ങൾ ചെയ്തോരിക്കും, ഒരുപക്ഷെ പല വഴികളും ശ്രമിച്ചിരിക്കും, സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് പോയിരിക്കാം. പക്ഷെ എന്നിട്ടും ഒരു ഫലവുമില്ല. ഒന്നായി പോകാൻ പറ്റുന്നില്ല. രണ്ടുപേർക്ക് ആഗ്രഹമുണ്ട്, കുടുംബ മക്കൾക്ക് ആഗ്രഹമുണ്ട് അപ്പനമ്മ നന്നായി കാണുവാൻ, പക്ഷെ പറ്റുന്നില്ല. കാരണം നിയന്ത്രിക്കുന്ന ഒന്ന് നമ്മുടെ അകത്ത് മറഞ്ഞിരിക്കുക, അശുദ്ധിയുടെ ആത്മാവ്. വിശുദ്ധിയിലേക്ക് നയിക്കാതെ പ്രശ്നങ്ങളിലേക്ക്, തകർച്ചയിലേക്ക്, കണ്ണുനീരിലേക്ക്, ഇതിനൊരു വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശാസിക്കാൻ അധികാരമുള്ളവൻ കർത്താവ് യേശുവാണ്. ആ കർത്താവിനോട്ട് വരാമെങ്കിൽ ഈ അശുദ്ധാത്മാവ് നിങ്ങളെ വിട്ട് മാറിപ്പോ. വചനം ഇങ്ങനെ പറയുന്നത്, കർത്താവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം മാറിപ്പോകുമെന്ന്. നമ്മെ മൂടി ഒതുക്കുന്ന സകല പ്രമാണത്തിന്റെ കെട്ടുകളും എല്ലാ ലോകത്തിന്റെ മതത്തിന്റെ എല്ലാ അനുഭവങ്ങളും തെളിഞ്ഞ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നടത്തുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവിലേക്ക് തിരിയുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സ് വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, ശാപാത്മാക്കളുണ്ട്, ശാപത്താൽ പിടിക്കപ്പെട്ട കുടുംബങ്ങളുണ്ട്. ഒരിക്കൽ കർത്താവ് യേശു കടന്നു വരുമ്പോൾ കർത്താവിനെ കാണാൻ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു.
അവൻ്റെ പേര് സക്കായി എന്നാണ്. പൊക്കത്തിൽ അവന് കുള്ളനാണ്, പൊക്കം കുറഞ്ഞ മനുഷ്യനാണ്. അതിനകത്ത് മറ്റൊരു മർമ്മം കൂടിയുണ്ട്. പൊക്കമുള്ളവനെയും ക്വാളിറ്റി ഉള്ളവനെയും ക്വാളിറ്റി ഇല്ലാത്തവനെയും വെളുത്തവനെയും കറുത്തവനെയും ഒക്കെ സൃഷ്ടിച്ച അവനെ സ്നേഹിക്കുന്ന സ്നേഹമാണ് നമ്മുടെ കർത്താവ് യേശു. ഹല്ലേലൂയ. നിങ്ങൾക്ക് പലരും പറയും എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ പറയുന്നൊരു വിഷയമാണ്, എന്നെ ഇവിടെ ആർക്കും ഇഷ്ടം, എന്നെ ആർക്കും സ്നേഹമില്ല, എന്നെ ആർക്കും വേണ്ടല്ലോ, ഞാൻ ചത്തകളയാ. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ആർക്കും വേണ്ടാത്തതിനെ എൻ്റെ യേശുവിന് വേണം. എനിക്ക് യേശുവിനെ അറിയണം. കാരണം ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന, വലിയ മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, ലാസറിനെ ഉയർപ്പിച്ച ആ യേശുവിനെ കാണണം, ഈ ദൈവപുത്രനെ കാണണം. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നു, യേശുവേ എനിക്ക് അങ്ങേ കാണണം, അങ്ങേ അനുഭവിക്കണം, അങ്ങയുടെ ജീവിതത്തോട് ചേരണം, അങ്ങ് എൻ്റെ ജീവിതത്തിൽ വരണം, എൻ്റെ കുടുംബത്തിൽ വരണം, എന്റെ വിഷയത്തിൽ അങ്ങ് ഇടപെടണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദൈവത്തോട് പറ, യേശുവേ യേശുവേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം സഹായം ആവശ്യമാണ്, എന്നെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ യേശുവിനെ കാണുവാൻ ഒരു അത്തിവൃക്ഷത്തിന്റെ മുകളിൽ അവൻ കയറിയിരുന്നു. യേശു താഴെ വന്ന് പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വാ. ഇലകൾക്ക് മറവിൽ മറഞ്ഞിരിക്കുന്ന സക്കായിയെ ദൂരത്തിരുന്ന് അകക്കണ്ടുകൊണ്ട് ദൈവമായവൻ യേശു കാണാനിടയായി വിളിച്ചിറക്കി. അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിൽ വരാനാകും, നിന്റെ ഭവനത്തിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ യേശു പാർക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ യേശു വന്ന് നിങ്ങളോടുകൂടെ അന്ത്യമരണിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നോക്കണമേ, അവൻ്റെ വീട്ടിലോട്ട് കർത്താവ് കൂടെ പോകുകയാണ്. അവന് ഇല്ലീഗലായിട്ട് പലതും നേടിയൊരു മനുഷ്യനാണ്. അവൻ അവിടെ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഈ കുടുംബത്തിന് ശാപങ്ങൾ അഴിച്ച് രക്ഷ കൊടുക്കുന്ന, രോഗങ്ങളെ മാറ്റി സൗഖ്യം നൽകുന്ന, മരണക്കെട്ട് ജീവനെ കൊടുക്കുന്ന യേശു നിങ്ങളുടെ ഭവനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ വിശ്വസിക്കാമോ? യേശുവിനെ സ്വീകരിക്കാമോ? നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും, അവസ്ഥകൾ കംപ്ലീറ്റ് മാറും. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഈ വചനം കേട്ട് എല്ലാവരോടും അങ്ങ് ഇടപെടണമേ. അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് തൊടണമേ. അങ്ങ് അവരുടെ കൂടെ വസിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കൊടുക്കണമേ. അവരെ സൗഖ്യമാക്കണം. യേശുവിൻ്റെ കരം വ്യക്തികളത്തോടെ പ്രാർത്ഥിക്കണം. ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും പ്രാർത്ഥിക്കുമ്പോഴും അവര് വേദനിച്ച, അവരറിഞ്ഞ, അവര് ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ മഹാ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവത്തോടെ അത്ഭുതങ്ങൾ ഞാൻ ബ്ലസ് ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.